സ്കാം നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു സ്കാമിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ നിങ്ങളൊരു കോളേജ് സ്റ്റുഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളും ഈ സ്കാമിൽ പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നിനെ കുറിച്ചല്ല, എഡ്യൂക്കേഷൻ, എസ്പെഷ്യലി കോളേജ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ വലിയൊരു ഫ്രോഡ് വരെയാണ്, ലൈക്ക് വളരെ വലിയൊരു സ്കാമും കാര്യങ്ങളാണ്. കാരണം വേറൊന്നുമില്ല, അപ്പോൾ നമ്മളൊരു കോളേജിൽ ചേരാൻ പോകണം. എസ്പെഷ്യലി ഞാൻ പറയുന്നത് എന്താ പറയുക, ഐ ടി റിലേറ്റഡ് കോഴ്സിനെ കുറിച്ചും ഐ ടി സെക്ടറിനെ കുറിച്ചുമാണ്. കാരണം നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും ഞാനൊരു ഐ ടി പേഴ്സണാണ്. സോ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, ബാക്കിയുള്ളതിൻ്റെ കാര്യം എനിക്കറിയില്ല. അപ്പോൾ നമ്മളൊരു കോഴ്സിന് ചേരുന്ന സമയത്ത്, ഇപ്പോൾ ഐ ടി പോലത്തെ ഒരു കോഴ്സിലേക്ക് ചേരുന്ന എന്തിനാണ്, നമ്മൾ ജസ്റ്റ് പഠിച്ചുകൊണ്ട് പോകാൻ എത്രയും വേഗം ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്കറിയാം. അതുകൊണ്ടാണ് BCA ഉണ്ട്, അതുപോലെ തന്നെ BSc കമ്പ്യൂട്ടർ സയൻസ് ആൾക്കാർ അതും പോകുന്ന എനിക്കറിയില്ല, അല്ലെങ്കിൽ MCA ഉണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന BTech ഒക്കെ ഉണ്ട്. സോ ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്, പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങി നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്, അല്ലെങ്കിൽ ആ ഒരു നല്ലൊരു ജോലി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ചേരുന്നത്. നമ്മളൊരു കോഴ്സിന് ചേരുന്ന സമയത്ത് കോളേജ് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളെന്താ, നമുക്കറിയാം നമ്മൾ ഓൾമോസ്റ്റ് മിഡിൽ ക്ലാസ് ആണ്. എന്നാൽ പോലും നമ്മൾ എവിടെയാണ് കുറച്ച് ഫീസ് ഉള്ളതെന്ന് നോക്കുകയല്ല ചെയ്യുന്നത്, പകരം കൂടുതൽ ഫീസുള്ള അല്ലെങ്കിൽ നല്ല കോളേജ് എന്ന് പറഞ്ഞതിനടുത്തേക്ക് പോകും. റേറ്റും കാര്യങ്ങളും കൂടുതലായിരിക്കും, ഫീസും കാര്യങ്ങളും കൂടുതലായിരിക്കും. അതൊന്നും നമ്മൾ വകവെക്കില്ല. നമ്മൾ ഇവിടുന്ന് ലോൺ എടുത്തിട്ടാണെങ്കിലും റോൾ ചെയ്തിട്ടാണെങ്കിലും നമ്മുടെ പേരൻസ് അവിടെ കൊണ്ട് ചേർക്കുന്ന സമയത്ത് അവർ പറയും നമ്മുടെ ഇവിടെ 100% പ്ലേസ്മെൻ്റ് ആണ്. ഏത് കോളേജാണ് 100% പ്ലേസ്മെൻറ്റ് എനിക്കറിയില്ല, ചിലപ്പോൾ അങ്ങനെ കാണുമായിരിക്കും കേട്ടോ. ബട്ട് ലോക്കലായിട്ടുള്ള നമ്മുടെ കോളേജുകളൊന്നും 100% പ്ലേസ്മെൻറ്റ് പോയിട്ട് ഒരു 20% കിട്ടുമെന്ന് പോലും എനിക്കറിയില്ല. കാരണം ഞങ്ങളുടെ കോളേജ്, ഞാൻ പഠിച്ച കോളേജിനെ പൊക്കി പറയാൻ എഴുതിയത്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര വലിയ പ്ലേസ്മെൻറ്റും കാര്യങ്ങളാണ്, നല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഫീസും കാര്യങ്ങളും വാങ്ങുന്നുണ്ട്. ഞാൻ പഠിച്ചിറങ്ങിയ വർഷം ഒരൊറ്റ പ്ലേസ്മെൻറ്റും അവിടെ വന്നില്ല. ബട്ട് എനിക്ക് അന്ന് ആക്ച്വലി TCSും കാര്യങ്ങളും കിട്ടി. ബട്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ട് TCS ഹയർ ചെയ്യുന്നത് കിട്ടിയതാണ്, അല്ലാതെ കോളേജ് പ്ലേസ്മെൻറ്റ്സോ കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. ഇപ്പോഴും നോക്കിയാൽ അന്ന് പിന്നെ കോവിഡ് ആണെന്നൊക്കെ പറഞ്ഞാൽ അവർ ഭയങ്കര വലിയ ന്യായം പറഞ്ഞായിരുന്നു. ബട്ട് ഇന്നും അവിടെ ചെന്ന് നോക്കിയാൽ വലിയ ഹയറിങ്ങോ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഈ വർഷവും കഴിഞ്ഞ വർഷവും അങ്ങനെയൊക്കെ നോക്കിയാലും അവിടെ വലിയ ഹയറിങ്ങോ കാര്യങ്ങളോ നടക്കുന്നില്ല. ഇൻ കേസ് നിങ്ങൾക്ക് കിട്ടിയാൽ തന്നെ നമുക്കറിയാം ഒരു 10,000 രൂപ അല്ലെങ്കിൽ 15,000 രൂപ ഇതൊക്കെയായിരിക്കും നിങ്ങൾക്ക് ആവറേജ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ പേരൻസ് ചിലപ്പോൾ ലോൺ എടുത്തും അവർ കഷ്ടപ്പെട്ടും ആയിരിക്കും. ഇപ്പോൾ എസ്പെഷ്യലി ഞാൻ മിഡിൽ ക്ലാസിൻ്റെ കാര്യം പറയുന്നത്, അവർ കഷ്ടപ്പെട്ടിട്ട് ആണ് നമ്മളെ പഠിപ്പിക്കാൻ പറ്റുന്നത്. അതെന്തുകൊണ്ടാണ്, ഇപ്പോൾ എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ പഠിച്ചിറങ്ങി കഴിഞ്ഞ് നല്ലൊരു ജോലി കിട്ടിയാൽ ഫിനാൻഷ്യലി നമ്മളെ സപ്പോർട്ട് ചെയ്യും എന്നൊരു ധാരണയിലാണ്, ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നിങ്ങളെ പഠിപ്പിക്കാൻ വിടുന്നതും നല്ല ജോലി, അതായത് എസ്പെഷ്യലി ഐ ടി പെട്ടെന്ന് ജോലി കിട്ടുമെന്ന് ഓർത്ത് അതിന് വിടുന്നത്. പക്ഷേ പഠിച്ചിറങ്ങി ഇൻ കേസ് നിങ്ങൾക്ക് ജോലി കിട്ടിയാൽ തന്നെ വല്ല 10,000-15,000 കിട്ടും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്കൊന്ന് പോയി വരണം എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ലൈക്ക് ജോലിക്ക് പോയി വരാൻ പോലും തികയില്ല. കാരണം നമ്മൾ പേരൻസിൻ്റെ കയ്യിൽ നിന്ന് വണ്ടിക്കൂലിക്ക് വാങ്ങേണ്ട അവസ്ഥയാവും. ആക്ച്വലി അത് അവർക്ക് വീണ്ടും നഷ്ടമാണ് ഉണ്ടാകുന്നത്. പിന്നെ വേറെ മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് ആക്ച്വലി ജോലി കിട്ടില്ല, അവർ ജോലി കിട്ടാതെ നടക്കുന്നതാണ്. ഇപ്പോൾ എൻ്റെ കൂടെ ഞാനിപ്പോൾ BCA പഠിച്ചിറങ്ങി 3-4 വർഷമായെന്ന് തോന്നുന്നു, 2-3 വർഷം എന്തോ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാലമായിട്ട് പോലും ഒരു ജോലി പോലും കിട്ടാത്ത പല ഫ്രണ്ട്സ് എനിക്കിപ്പോഴും ഉണ്ട്. സോ അപ്പോൾ അവരുടെയൊക്കെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച്, ഇത്രയും ഗ്യാപ്പ് വന്നു. ഒന്നാമത്തെ കാര്യം, ഓരോ വർഷം ഒരുപാട് IT സ്റ്റുഡൻസ് വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇത്രയും ഗ്യാപ്പും കൂടി വന്നു കഴിഞ്ഞാൽ വളരെ പാടാണ് ഇത്രയും ജോലിയും കാര്യങ്ങളും കിട്ടാൻ. അപ്പോൾ അത്തരം അവസ്ഥ വരാതിരിക്കാൻ എന്ത് ചെയ്യും, ഇവരെല്ലാവരും കുറേ അടുത്ത സ്കാമിൽ ചെന്ന് വിടും. ഓക്കെ, അടുത്ത തട്ടിപ്പിൽ ചെന്ന് വിടും. അതാണ് ഓരോ കോഴ്സസ് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, ഇപ്പോൾ 10 പേര്, നിങ്ങൾക്കറിയാം, നിങ്ങളൊരു കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഏതെങ്കിലും ഡിഗ്രി ആയിക്കോട്ടെ, IT ഡിഗ്രി വേണമെന്ന് ഒരു നിർബന്ധമില്ല, നിങ്ങൾ ഏതെങ്കിലും ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പോലും ഒരു നിങ്ങളുടെ ഫൈനൽ സെമ്മും കാര്യങ്ങളെല്ലാം തീരാറാകുമ്പോഴേക്കും ഇവർ വിളിച്ചിട്ട് പറയും, ഓക്കെ നമ്മുടെ ഇവിടെ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് കോഴ്സ് ഉണ്ട്, AI ടൂളുണ്ട്, അല്ലെങ്കിൽ ഡാറ്റാ സയൻസ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, മറ്റതുണ്ട്. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 3 മാസം കൊണ്ട് വലിയ ഭയങ്കര വലിയ ഹൈ പേയിങ് ജോബിലെത്താം, അല്ലെങ്കിൽ 6 മാസം കൊണ്ട് നല്ലൊരു ജോബിലേക്ക് എത്താം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പറ്റിക്കും. അത് കേട്ട് പല സ്റ്റുഡൻസും അതിൽ വീഴുകയും ചെയ്യും, ഈ ഇല്ലാത്ത കാശ് കൊണ്ട് അവിടെ കൊടുക്കുകയും ചെയ്യും. ഓക്കെ, സോ ഈ പറയുന്ന അവിടെ അതെ ഉണ്ടായിട്ടല്ല. ഓക്കെ, അവസാന പ്രതീക്ഷയാണ്, കോളേജിൽ പഠിച്ചിട്ടൊന്നും കിട്ടിയില്ല, അപ്പോൾ പിന്നെ എന്താ പറയുക, ഇതിനകത്തെങ്കിലും കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് ഓർത്തിട്ട് ഇതിനകത്തും കൊണ്ടുപോയി കയറും. ഇതിനകത്തെങ്കിലും കിട്ടട്ടെ എന്ന് ഓർത്ത് അവിടെ ചെന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് പഠിച്ചിറങ്ങിയിട്ടും ഒരുപക്ഷെ നിങ്ങളവിടെ കണ്ടിന്യൂസ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ 6 മാസം ആണെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിറങ്ങിയിട്ട് നിങ്ങൾ എന്താ പറയുക, ഈ പറയുന്ന ഓക്കെ ലൈക്ക് നിങ്ങൾക്ക് ജോലിയും കാര്യങ്ങളും വീണ്ടും കിട്ടില്ല. ഓക്കെ, അവിടെ ഇൻ കേസ് ചിലപ്പോൾ കിട്ടിയാൽ തന്നെ 10-15 കിട്ടുന്നതിലേക്ക് കയറും. സോ എന്തിനാണ് ഇത്തരം ചതിയിലേക്ക് വന്ന് പെടുന്നത്? കാരണം ഒന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ, നിങ്ങളെ ഡെയിലി ഓരോരുത്തർ വിളിക്കണം. വേറെ കാര്യം, നിങ്ങൾ 10 പേര് വിളിച്ചാൽ 8 പേരും ഫ്രോഡുകളായിരിക്കും. ഓക്കെ, സോ അതിൽ ഏതാണ് നല്ലത് ഏതാണ് ഫ്രോഡെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അത് ഒരിക്കലും നമ്മുടെ പ്രശ്നമല്ല. ഓക്കെ, നമ്മൾ പെട്ടുപോകുന്നതാണ് അത്തരം കാര്യത്തിൽ. പിന്നെ വേറെ കുറച്ച് ബിരുദന്മാരുണ്ട്. അവന്മാരെന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്റേൺഷിപ്പ് തരാം, 3 മാസത്തെ ഇന്റേൺഷിപ്പ് ഓപ്ഷൻ ഞങ്ങളുടെ കമ്പനി തരാം, അല്ലെങ്കിൽ 6 മാസത്തെ ഇന്റേൺഷിപ്പ് ഓപ്ഷൻ നമ്മുടെ കമ്പനി തരാം. അതിന് നിങ്ങളൊരു 30,000 രൂപ അല്ലെങ്കിൽ ഒരു 50,000 രൂപ നിങ്ങൾ അടച്ചാൽ മതി. അതിനുശേഷം നിങ്ങൾക്ക് പ്രൊജക്റ്റ് തന്നു വിടും പോലും. 6 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രൊജക്റ്റും തന്നു വിടും പോലും.
അത്തരം ഒരു ഉടായ്പ ചെന്ന് പെട്ട എൻ്റെ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ പുള്ളിയോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു, എടാ നീ എന്താ ചെയ്യുന്നത് ഇപ്പോൾ? അവൻ പറഞ്ഞു ഒരു ഇൻറ്റേൺഷിപ്പ് കയറി. അപ്പോൾ എനിക്ക് സന്തോഷമായി. അവൻ എങ്ങനെയും രക്ഷപ്പെട്ട് പോട്ടെ, ജോലി അല്ലെ ഒരു ഇൻറ്റേൺഷിപ്പിന് കയറിയല്ലോ, ഇനിയിപ്പോൾ രക്ഷപ്പെട്ട് പോകുമല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു പെയ്ഡ് ഇൻറ്റേൺഷിപ്പ് ആണോ? വെച്ചാൽ പെയ്ഡ് ഇൻറ്റേൺഷിപ്പ് ഒക്കെ. അപ്പോൾ എത്ര കിട്ടും എന്ന് ചോദിച്ചപ്പോഴാണ് അവൻ പറയുന്നത് കിട്ടുമല്ല, അങ്ങോട്ട് കൊടുക്കുവാണ്. അവൻ എത്രയും 30 എത്ര കൊടുത്തിട്ടാണ് ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, അത്തരം സംഭവങ്ങൾ ഒരിക്കലും ഇൻറ്റേൺഷിപ്പ് അല്ല. ഓക്കെ, പെയ്ഡ് ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്, ബട്ട് അതൊരിക്കലും നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കുകയല്ല, അവരവിടെ നിന്ന് ഇങ്ങോട്ട് തരുവാണ്. അപ്പോൾ ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മളൊരു കമ്പനിയിൽ അവരുടെ തന്നെ എന്തെങ്കിലുമൊക്കെ വർക്ക്, കാര്യം നമുക്കറിയാം വലിയ വർക്കുകൾ നമ്മളെ ഏൽപ്പിക്കില്ല, നമുക്കതിനുള്ള സ്കില്ലോ എക്സ്പീരിയൻസോ ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും ചെറിയ വർക്കുകൾ നമ്മളെ കൊണ്ട് പറ്റുന്നതെന്ന് തോന്നുന്ന ചില വർക്കുകൾ ശരിക്കും ഒരു അവിടുത്തെ ഒരു എംപ്ലോയിക്ക് അലോക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് അലോക്കേറ്റ് ചെയ്യും. നമ്മളത് ചെയ്യുന്നു, അതേ രീതിയിൽ തന്നെ എല്ലാം, അതായത് കമ്പനിയുടെ പാർട്ടായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നു. ഓക്കെ, ജസ്റ്റ് ലൈക്ക് ആൻ എംപ്ലോയി വർക്ക് ചെയ്യുന്നു. അപ്പോൾ ചില കമ്പനികളിൽ ചെറിയ രീതിയിലൊക്കെ എമൗണ്ട് നമുക്ക് വരും, അതിനാണ് ഈ പറയുന്ന സ്റ്റൈഫൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ചെറിയ എമൗണ്ട്, അതിനാണ് പെയ്ഡ് ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത്. വലിയ എമൗണ്ട് കിട്ടില്ല, എന്നാലും കിട്ടും. അപ്പോൾ അതിനുശേഷം ചിലപ്പോൾ ആ കമ്പനി തന്നെ നിങ്ങൾക്ക് ഫുൾ ടൈം ആയിട്ട് ജോലിയും കാര്യങ്ങളും കിട്ടാം, അല്ലെങ്കിൽ അത് ആ ഒരു എക്സ്പീരിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കേസിലാവും പറഞ്ഞു 6 മാസത്തെ ഇൻറ്റേൺഷിപ്പ് കഴിയുമ്പോൾ അവർ പ്രൊജക്റ്റ് വന്ന് വിടുമെന്ന്. ഏത് കമ്പനിയാണ് അവരുടെ പ്രൊജക്റ്റ് മറ്റൊരാൾക്ക് കൊടുത്തു വിടുന്നത്? ഓക്കെ, നിങ്ങളൊരു കമ്പനി വർക്ക് ചെയ്താൽ പോലും നിങ്ങൾ അതിൻ്റെ പാർട്ടായിട്ട് വർക്ക് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. നമ്മൾ അവിടെ നിന്ന് പോരുന്ന സമയത്ത് നമ്മുടെ ലാപ്ടോപ്പിൽ നിന്ന്, അല്ലെങ്കിൽ മേ ബി അത് കമ്പനി ലാപ്ടോപ്പ് ആയിരിക്കും, അതിനകത്ത് വർക്കുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയുണ്ടോ എല്ലാവർക്കും ഹാൻഡ് ഓവർ ചെയ്യണം. നമ്മളൊന്നും കീപ്പ് ചെയ്യാൻ പാടില്ല, ഒരു സിംഗിൾ ലൈൻ ഓഫ് കോഡ് പോലും നമ്മുടെ കയ്യിൽ ഉണ്ടാകാൻ പാടില്ല, എല്ലാം നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തിട്ടാണ് വരുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് പ്രൊജക്റ്റ് നിങ്ങൾക്ക് തന്നു വിടുമെന്ന് പറഞ്ഞത്. അല്ലാത്ത അവസ്ഥ. അപ്പോൾ അവനോട് പറയുകയാണ്, എടാ നീ ചെയ്ത് ഇൻറ്റേൺഷിപ്പ് ഒന്നുമല്ല, അതൊരു കോഴ്സാണ് എന്ന് പറഞ്ഞാൽ സമ്മതിച്ചില്ല. അവന് ഇപ്പോഴും വിചാരിക്കണം ഒരു ഇൻറ്റേൺഷിപ്പാണ്. സോ ഇത്തരം എന്താ പറയുക, സ്റ്റുഡൻസിൻ്റെ ഇത്തരം അറിവില്ലായ്മകൾ മുതലെടുത്ത് ഒരുപാട് ഫ്രോഡുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ളതും എൻ്റെ അവസ്ഥ നോക്കുമ്പോൾ ഇതുപോലെ മിഡിൽ ക്ലാസ് ഫാമിലി, ഞാൻ അവരുടെ കാര്യമാണ് ആക്ച്വലി ഓർത്തത്. അപ്പോൾ അവർ കഷ്ടപ്പെട്ട് ഇങ്ങനെ പിള്ളേരെ ഇടുന്ന ഒരു ഫൈനൽ പ്രതീക്ഷ എന്ന രീതിയിലാണ്. അപ്പോൾ ഇത്ര നാൾ കാശ് മുടക്കി പഠിപ്പിച്ചു, ഇനി ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ ഒരു ജോലിയിൽ കയറി, അപ്പോൾ നമുക്ക് പിന്നെ ചെറിയൊരു ഹെൽപ്പ് ആവുമല്ലോ എന്ന് ഓർത്തിട്ടായിരിക്കും. ബട്ട് ആ ഒരു പ്രതീക്ഷയും ആക്ച്വലി അവിടെ തകരുകയാണ്. സോ അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഓർത്തത്, ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇതിനെല്ലാത്തിനും എതിരായിട്ട് ലൈക്ക് നമുക്ക് എന്തെങ്കിലും പോസിറ്റീവായിട്ട് ചെയ്യാൻ പറ്റണം. അതിനുവേണ്ടി ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഞാനൊരു ചെറിയൊരു എന്താ പറയുക ഒരു കോഴ്സും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാം, വളരെ അഫോർഡബിൾ ആയിട്ട്, കുറച്ചൊരു ക്വാളിറ്റി. നിങ്ങൾക്കറിയാം ഞാൻ അറൗണ്ട് ഒരു 2 years ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് കുറേ അറിവും കാര്യങ്ങളുണ്ട്. എൻ്റെ അറിവ് എന്താണോ അത് ഞാൻ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാം. ലൈക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ നോക്കി പഠിക്കാം. ഇപ്പോൾ യൂട്യൂബ് നോക്കി പഠിക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ പറ്റും, അല്ലെങ്കിൽ പിന്നെ ഈ ഗൂഗിൾ നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പറ്റും. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് പറ്റും. പക്ഷേ പല അഡ്വാൻസ്ഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ എക്സ്പീരിയൻസ് തന്നെ വേണം. അപ്പോൾ ഞാൻ എൻ്റെ 2 വർഷം കൊണ്ട് പഠിച്ചെടുത്ത കുറേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് ഉൾപ്പെടെ ഞാനിപ്പോൾ ഒരാളെ പഠിപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവർ ആക്ച്വലി ഒരു ഫ്രഷർ ആയിരിക്കില്ല, അവരൊരു 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് തുല്യമായിരിക്കും. ഓക്കെ, 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷം വേണമെങ്കിൽ കൂട്ടിക്കും. ആ ഒരു അറിവും കാര്യങ്ങളും ഒരു ഫ്രഷറിന് പഠിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർക്ക് നല്ലൊരു ജോലി കിട്ടും. നല്ല ജോലി എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, ബട്ട് ഒരു 25K 30K പെർ മന്ത് ഒരു ആവറേജ് പറഞ്ഞു. മേ ബി നിങ്ങൾക്ക് കുറച്ചുകൂടി മൈൻഡ് ഉണ്ടെങ്കിൽ മേ ബി അത് കൂടുതൽ കിട്ടും. ഞാൻ പറഞ്ഞു, ഞാൻ ഫ്രഷറായിട്ട് എൻ്റെ കൂടെ ജോലി ചെയ്ത് ലൈക്ക് എൻ്റെ കൂടെ പഠിച്ചിറങ്ങിയ പലരും 15,000 രൂപയ്ക്ക് 20,000 രൂപയ്ക്കും വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ 45,000 അടുത്ത് സാലറി കിട്ടിക്കൊണ്ടിരുന്ന ഒരാളാണ്. ഓക്കെ, സോ അതാണ് എൻ്റെ ഉറപ്പ്. നിങ്ങൾ ചോദിക്കുക എന്താണ് ഉറപ്പ്, ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ കോഴ്സിലേക്ക് കയറി കഴിഞ്ഞാൽ എന്താണ് ജോലി കിട്ടുന്ന ഉറപ്പ്? ഞാനാണ് അതിൻ്റെ ഉള്ള ഉറപ്പും കാര്യങ്ങളും. ഓക്കെ, സോ ആ ഒരു നല്ല ഉദ്ദേശത്തിൽ നമ്മളിങ്ങനെ ഒരു സംഭവം തുടങ്ങിയിട്ട് എന്താ, നമ്മൾ സ്റ്റുഡൻസിനെ വിളിച്ച് കോഴ്സ് എന്നൊരു വാക്ക് പറഞ്ഞ് അവരെ ആക്ച്വലി ചീത്ത പറയാണ്. അവരെ തെറ്റ് പറയുന്നില്ല, ഞാൻ പറഞ്ഞു ഡെയിലി ഒരുപാട് പേരാണ് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിളിക്കുമ്പോൾ നമുക്ക് കാര്യമില്ല, കാര്യം നമ്മൾ ബാക്കിയുള്ളവരിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പിള്ളേർക്കത് മനസ്സിലാവുന്നില്ല. അപ്പോൾ അവരെ തെറ്റ് പറയാൻ പറ്റില്ല, അവരുടെ സാഹചര്യം അതുപോലെയൊക്കെ തന്നെയാണ്. ഓക്കെ, സോ അങ്ങനെ നല്ലൊരു ഉദ്ദേശത്തോട് കൂടി സ്റ്റാർട്ട് ചെയ്ത എൻ്റെ ഒരു ചെറിയൊരു സ്റ്റാർട്ടപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, അതാണ് കരിയർ ലേൺസ്. ഓക്കെ, സോ അത് ആക്ച്വലി നമ്മൾ നല്ല രീതിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു, എല്ലാം നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോയി. ഏകദേശം ഒരു 3-4 മാസത്തോളമായി നമ്മളത് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്ത് അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നു. ബട്ട് ഇതുവരെ നമുക്ക് ഒരു സിംഗിൾ സെയിൽ പോലും നടത്താൻ കഴിഞ്ഞില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ടെക്കിലൊക്കെ നല്ല സെറ്റായിരിക്കും, കാരണം ടെക്കൊക്കെ നോക്കുന്ന സമയത്ത് നമ്മുടെ കരിയർ ലൈൻസിൻ്റെ ആണെങ്കിലും ഓരോ കാര്യങ്ങൾ നോക്കിയപ്പോഴും അതും വളരെ നന്നായിട്ട് തന്നെ ചെയ്തു. ബട്ട് അതിൻ്റെ സെയിലോ കാര്യങ്ങളോ കൊണ്ടുവരാൻ ഇതുവരെയും പറ്റിയിട്ടില്ല. അപ്പോൾ അതാണ് അവസ്ഥ. സ്റ്റുഡൻസ് ഇത്തരം ചതികളിൽ ചെന്നു. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് പോലും പല സ്റ്റുഡൻസ് ഇത്തരം തട്ടിപ്പായിട്ടുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ചെന്ന് ചാടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാം എതിരായിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് വിടാം. ഓക്കെ, ജസ്റ്റ് ഏതോ ഒരുത്തം വന്ന് എന്തൊക്കെയോ വിളിച്ച് പറയുന്നു എന്ന് ഓർത്ത് നിങ്ങൾക്ക് അത് വിട്ട് കളയാം. അല്ലാത്ത പക്ഷം നിങ്ങൾക്കൊന്ന് ട്രയൽ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ ആക്ച്വലി 1 വീക്ക് ഫ്രീ ട്രയൽ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ പറഞ്ഞു വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസും കാര്യങ്ങളാണ്, കംപ്ലീറ്റ്ലി ഓൺലൈനാണ്. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇത്ര എക്സ്പീരിയൻസ് എനിക്കുള്ളതുകൊണ്ട് എനിക്ക് ആ രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അത് നല്ലൊരു ജോലിയിലേക്ക് എത്തിക്കാൻ പറ്റും. സോ ലാസ്റ്റ് നമ്മൾ തന്നെ ജോലി നിങ്ങളെ കൊണ്ട് ജോലി കണ്ടുപിടിപ്പിക്കുകയാണ്. കാരണം അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ തന്നെ ജോലി കണ്ടുപിടിക്കാൻ കേപ്പബിൾ ആയിക്കഴിഞ്ഞാൽ
ഓക്കെ, കേപ്പബിൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ കംപ്ലീറ്റ് ഫ്ലോ മനസ്സിലാക്കാൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ലെവലിലേക്ക് ജോലിയിലേക്ക് എത്താം, നല്ലൊരു സാലറിയോട് കൂടി ഒരു ജോലിയിലേക്ക് എത്താൻ പറ്റും. മറ്റേന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്ലേസ്മെൻ്റ് ഒക്കെ തരുമെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന ഞാൻ പറഞ്ഞല്ലോ 10,000-15,000 രൂപയ്ക്ക്, അത് ആ കമ്പനിയായിട്ട് അവർക്ക് എഗ്രിമെൻറ്റും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ കുറഞ്ഞ റേറ്റിൽ ഈ പിള്ളേരെ എടുത്തോളാം എന്നുള്ളൊരു എഗ്രിമെൻറ്റ് അവർക്കുണ്ട്. അതിൽ നമ്മൾ ട്രാപ്പാണ്, ആ ട്രാപ്പിൽ നമ്മൾ വന്ന് പെടും. 100% പ്ലേസ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആരും പറയാറുണ്ടോ എന്ന് എനിക്കറിയില്ല. പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് എന്ന് പറയും ഇവരൊക്കെ. ഓക്കെ, ബട്ട് ഇവിടെ അങ്ങനെയല്ല, നിങ്ങൾ കേപ്പബിൾ ആയിരിക്കും. ഈ ഒരു 3 മന്ത്സിൻ്റെ കോഴ്സായിരിക്കും, 3 അല്ലെങ്കിൽ 4 മന്ത്സ്. അത് നിങ്ങളുടെ സ്കില്ലിനെ, നിങ്ങളുടെ ഒരു ഡെഡിക്കേഷനെയും വെച്ച് ഇരിക്കും. അപ്പോൾ ആ കോഴ്സ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ജോലിയും കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കാം. അതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാലറി ലെവലിലേക്ക് എത്താൻ പറ്റും. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് ശരിക്കും ഇൻട്രസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ജോലി വാങ്ങണമെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കോഴ്സിന് കൊണ്ട് തല വയ്ക്കാം, കുറച്ച് സമയം പോട്ടെ എന്നൊരു ധാരണയാണെങ്കിൽ വരണ്ട. കാരണം ഞാൻ പഠിപ്പിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്ത ഒരാൾ, അവർ അത് കഴിയുമ്പോൾ നല്ലൊരു ജോലിയിലെത്തണം. സോ ദാറ്റ്സ് ദ ഹാപ്പിനെസ്. അതാണ് എൻ്റെ ഹാപ്പിനെസ്, അല്ലാതെ ഒരു 5-10 കിട്ടുമെന്നുള്ളതല്ല. ഓക്കെ, സോ ഞാൻ പറഞ്ഞു നമ്മുടെ ഫീസും കാര്യങ്ങളും വളരെ അഫോർഡബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൊടുക്കാം, നിങ്ങൾക്ക് ജസ്റ്റ് മെസ്സേജ് അയക്കാം, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ആക്ച്വലി ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ ഐ തിങ്ക് ഇച്ചിരി വലിയൊരു വീഡിയോ ആയിപ്പോയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. ഞാൻ പൊതുവേ ഇത് ഷെയർ ചെയ്യണമെന്നൊന്നും പറയാറില്ല, ബട്ട് ഇത് നിങ്ങൾ ഡെഫിനറ്റ്ലി ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും. നിങ്ങളുടെ ഈ ഒരു എന്തെങ്കിലും കോഴ്സ് ആയിക്കോട്ടെ, എസ്പെഷ്യലി IT ആണെങ്കിലും കുഴപ്പമില്ല, IT അല്ലെങ്കിൽ പോലും കുഴപ്പമില്ല, നിങ്ങൾ ഏതെങ്കിലും കോളേജൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട് അല്ലെങ്കിൽ കസിൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ മേ ബി അവർക്കൊരു ഹെൽപ്പ് ആയാലോ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.